പരിശുദ്ധാത്മാവിന്റെ നാമത്തിലാമേൻ. വിശുദ്ധായ സ്നേഹമുള്ള സഹോദരങ്ങളെ, വിശുദ്ധ അൽഫോൻസാമ്മയുടെ തിരുനാൾ നമ്മൾ ആഘോഷിക്കുന്ന അവസരമാണ്. ഇടവകയുടെ മധ്യസ്ഥ എന്നുള്ള നിലയിൽ ഇടവകയുടെ ആരംഭം മുതൽ വിശുദ്ധ അൽഫോൻസാമ്മയുടെ തിരുനാള് ഭക്തിയോടും ആഘോഷത്തോടും കൂടി നടത്തുന്ന ഒരു പാരമ്പര്യം നമുക്കുണ്ടായിരുന്നു. നമുക്കറിയാം, അൽഫോൻസാമ്മ വിശുദ്ധിയിലേക്ക് വളർന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ സഹനം വഴിയാണ്. മനുഷ്യ ജീവിതത്തില് ഒട്ടേറെ സഹനങ്ങളുണ്ട്. മനുഷ്യൻ സകലത്തിന്റെയും പ്രതികൂല സാഹചര്യങ്ങളുടെയും മധ്യത്തില് തകർന്നു പോകുന്ന മനുഷ്യരുണ്ട്, അതിനെയൊക്കെ അതിജീവിക്കുന്ന മനുഷ്യരുണ്ട്. നമ്മൾ അടുത്ത നാളില് ധർമ്മസ്ഥല എന്ന് പറയുന്ന ഒരു ക്ഷേത്ര സമുച്ചയം, ഇത് കർണാടകത്തിലാണ്. പുതിയ വാർത്തകൾ വരുന്നത് 100-200 ആളുകൾ അവിടെ കൊല്ലപ്പെട്ടു എന്നാണ്. ഇതിനൊരു ഗവൺമെന്റ് ഒരു കമ്മീഷനെയൊക്കെ വെച്ചിട്ടുണ്ട് കേന്ദ്ര തലത്തില്. ധർമ്മസ്ഥലത്ത് നമ്മുടെ ഒരു ദേവാലയമുണ്ട്. ആ ദേവാലയത്തിൽ ഞാൻ പോയിട്ടുള്ളതാണ്. അവിടെ ക്ഷേത്ര നഗരിയിൽ നിന്ന് ഒരു 1.5 കിലോമീറ്റർ അകലെയാണ് നമ്മുടെ ദേവാലയം. ഒരു 150ഓളം വീട്ടുകാരുണ്ട്. വെളുത്തങ്ങാട് രൂപതയിലാണ്. നേരത്തെ തലശ്ശേരി രൂപതയായിരുന്നു. രൂപതയിലായിരുന്ന കാലഘട്ടത്തിലാണ് ഇവിടെ പോയിട്ടുള്ളത്. അപ്പോൾ അവിടെ പല സംഭവങ്ങളുണ്ട്. കുഴിച്ചിട്ട ഒരാൾ പറഞ്ഞ് ഇത്രയാൾ 100 പേരെ കുഴിച്ചിട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. ഡെഡ് ബോഡി. ഒത്തിരി ആളുകളില്ല. അവിടെ ഒരു 5000-6000 ആളുകൾക്ക് ഉച്ചഭക്ഷണം കൊടുക്കും. പിന്നെ ഏകദേശം അതിനടുത്ത സമീകത്താഴം കൊടുക്കും. പിന്നെ തീർത്ഥാടകരായിട്ട് ചെല്ലുന്നവർക്ക് ലോഡ്ജിൽ ഫ്രീ ആയിട്ട് താമസമുണ്ട്. പല ഭാഗത്തു നിന്ന്. അപ്പോൾ കൂടുതലും സ്ത്രീകളാണ് കൊല്ലപ്പെട്ടിട്ടുള്ളത്. മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിനി അവിടെ കൂട്ടുകാരോട് കൂടി അവിടെ സന്ദർശിക്കാനായിട്ടിരുന്നു. അവരവരുടെ വീട് അവിടെയായിരുന്നു. അവർ വീട്ടിൽ പോകുമ്പോൾ നിൽക്കാൻ പറഞ്ഞു. പക്ഷേ തിരിച്ചു വന്നപ്പോൾ കണ്ടില്ല. അവിടെ കുറേയേറെ ദിവസങ്ങൾക്ക് ശേഷം അവളുടെ ഡെഡ് ബോഡി അവിടെ നേത്രാവതി പുഴയിൽ നിന്ന് കിട്ടിയതാണ്. അങ്ങനെ ഒത്തിരി ആളുകൾ കൊല്ലപ്പെടുന്ന സംഭവങ്ങളുണ്ട്. അവിടെയൊക്കെ അവിടെ കുഴിച്ചിട്ടിട്ടുണ്ട്. അതൊക്കെ കുഴിച്ചിട്ട ആളാണ്. ഒക്കെ മനസ്സിന് പ്രയാസം ഉണ്ടായതുകൊണ്ടാണ്. അപ്പോൾ ഇങ്ങനെ ഓരോ സംഭവം നടക്കുമ്പോൾ അതിന്റെ കുടുംബത്തിൽപ്പെട്ട ആളുകൾക്ക് ഞങ്ങളുടെ കുടുംബത്തിലെ ഒരു വ്യക്തി നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ, അത് കാണാതെ പോയി കഴിയുമ്പോൾ അവർക്കുണ്ടാകുന്ന മനസ്സിന് ഇടിവും ദുഃഖവും ഒക്കെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുകയില്ല. ഇങ്ങനെയുള്ള സംഭവങ്ങൾ അനുഭവിക്കുന്നവർക്ക് മനസ്സിലാവുകയുള്ളൂ. അതുപോലെ അപകടങ്ങളിൽ മരിക്കുന്നുണ്ട്, മാരകമായ രോഗങ്ങളിൽ മരിക്കുന്നുണ്ട്. വെള്ളത്തിൽ വീണ കുട്ടികൾ പല ദിവസവും വാർത്ത കേൾക്കാറുണ്ട്. വെള്ളത്തിൽ വീണ കുട്ടികൾ മരിച്ചു, പുഴയിലിറങ്ങി കുളിക്കാനിറങ്ങി അങ്ങനെ മരിക്കുന്ന കുട്ടികൾ. അപ്പം അങ്ങനെ മരണം. അപ്പോഴേ വീടുകളിൽ മക്കളുടെ എണ്ണം കുറവാണ്. അപ്പോഴേ ഏതെങ്കിലും കുട്ടി മരിച്ചു കഴിഞ്ഞാൽ അത് മാതാപിതാക്കൾ താങ്ങാവുന്നതിനപ്പുറമാണ്. അപ്പൊ ഇങ്ങനെയുള്ള ക്ലേശങ്ങള്, ദുരന്തങ്ങള്, വേദനകള്, വേർപാടുകള്, ഇതൊക്കെ മനുഷ്യത്വത്തിന്റെ ഭാഗധേയമാണ്. അൽഫോൻസാമ്മയുടെ തീർത്ഥാടക ദിനത്തിലേക്ക് ഞാൻ ആദ്യം പോയതൊരു 2 വയസ്സോടൊപ്പം എന്നെ കൊണ്ടുപോയെന്നാണ് പറഞ്ഞു കേട്ടിരിക്കുന്നത്. 2 വയസ്സ് ഓർമ്മിക്കാൻ പറ്റും. എനിക്ക് കരപ്പം പിടിച്ചു. അപ്പോൾ അമ്മയെക്കൂടെ നേർച്ച നടന്നു അൽഫോൻസാമ്മയുടെ കബടത്തിലേക്ക്. അന്ന് ഇതുപോലെ യാത്രാ സൗകര്യം ഉണ്ടായിരുന്നില്ല, അമ്പലമായിരിക്കും. അപ്പോൾ അവരെന്നെ എടുത്തുകൊണ്ട് പോയി. അമ്മയമ്മയുടെ അനിയത്തിമാരും ഒക്കെ കൂടെ എടുത്തുകൊണ്ട് പോയി മണ്ണങ്ങാനത്തേക്ക് കൊണ്ടുപോയി എന്നാണ് അവർ പറഞ്ഞത്. നേർച്ചയൊക്കെ നിറവേറ്റി കരപ്പൻ പോയി സൗഖ്യം പ്രാപിച്ചു. അതുകൊണ്ടാണ് ഇന്ന് പിറന്നാൾ ആഘോഷിക്കാനായിട്ട് ഇന്ന് ഞാൻ ഇവിടെ ഉള്ളത്. പണ്ട് കാലത്ത് ഇങ്ങനെയുള്ള രോഗങ്ങള്, ചികിത്സകൾ കുറവായിരുന്നു. ഈ സുവിശേഷത്തിൽ പറയുന്നുണ്ട്, ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുന്നില്ലെങ്കിൽ അത് അതുപോലെ ഇരിക്കും, അഴിയുന്നെങ്കിലും അത് വളരെ ഫലം പുറപ്പെടുവിക്കും. ഈ ലോകത്ത് തന്നെ ജീവനെ ദ്വേഷിക്കുന്നവൻ നിത്യജീവനിലേക്ക് അതിനെ കാത്തു സൂക്ഷിക്കും. അപ്പോൾ ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുന്നെങ്കിലേ ഫലം പുറപ്പെടുവിക്കുകയുള്ളൂ.
അപ്പോൾ മഹത്വത്തിലേക്ക് മനുഷ്യൻ കയറുന്നത്, വിജയത്തിലേക്ക് മനുഷ്യൻ കിടക്കുന്നത്, നിത്യജീവനിലേക്ക് പ്രവേശിക്കുന്നത്, ഇഹലോക ജീവിതം വിശുദ്ധമായിട്ടും നന്മ നിറഞ്ഞതായിട്ടും ചെയ്തുകൊണ്ട് അനുതാപത്തിന്റെയും മാനസാന്തരത്തിന്റെയും വഴികളിൽ പ്രത്യാശയോടെ നടന്നു നീക്കൊണ്ട് അങ്ങനെ നിത്യജീവനിൽ പ്രത്യാശ അർപ്പിച്ചുകൊണ്ട് ഒരു ജീവിതം പൂർത്തീകരിക്കുമ്പോഴാണ് നമുക്ക് നിത്യജീവൻ കരസ്ഥമാക്കാനായിട്ട് കഴിയുക. ഇന്നത്തെ വചനത്തിൽ യോനായുടെ അടയാളത്തെ പറ്റി പറയുന്നുണ്ട്. യോനാ പ്രവാചകൻ, അദ്ദേഹം കപ്പൽ അപകടത്തിൽപ്പെട്ട ഈ പ്രവാചകൻ കാരണം ദൈവത്തിന്റെ താല്പര്യങ്ങൾക്ക് എതിരായിട്ട് നിന്നുകൊണ്ട് സ്വന്തം താല്പര്യമനുസരിച്ച് ദൈവം പറഞ്ഞത് കേൾക്കാതെ പോയ പ്രവാചകൻ അവസാനം ദൈവത്തിന്റെ കൽപ്പന പറഞ്ഞതുപോലെ തന്നെ ചെയ്യേണ്ടതായിട്ട് കപ്പൽ അപകടത്തിൽപ്പെട്ടു. നിനിവയിലേക്ക് പോകേണ്ടി വന്നു. ആദ്യം പറഞ്ഞു കേട്ടപ്പോൾ നിനിവയിലേക്ക് പോകാൻ പറയുമ്പോൾ താർസസിലേക്കാണ് കപ്പൽ കയറിയത്. അപകടത്തിൽപ്പെട്ടത് അടലിൽ തട്ടി. അപ്പൊ അതൊരു ഉപമയായിട്ട് വിശദീകരിക്കുന്നുണ്ട് വിശുദ്ധ ഗ്രന്ഥത്തില്. അപ്പോൾ അനുതാപം പ്രസംഗിക്കേണ്ടതായിട്ട് വന്നു. അപ്പോൾ പ്രസംഗിച്ചാൽ മാത്രം പോരാ, കേൾക്കുന്ന ആളുകളിൽ മാനസാന്തരം, അനുതാപവും വ്യതിയാനം ഉണ്ടാകണം. ഇങ്ങനെ വ്യതിയാനം ഉണ്ടായി കഴിയുമ്പോഴാണ് ഫലം പുറപ്പെടുവിക്കുക. ഇങ്ങനെ പ്രവാചകന്റെ ദൗത്യം നിനിവേ നിവാസികൾ സ്വീകരിച്ചുകൊണ്ട് അനുതാപത്തിലേക്ക് കടന്നു വന്നു. യൂഫ്രട്ടീസ് ടൈഗ്രീസ് നദീതട പ്രദേശങ്ങളിൽ അതാണ് നിനിവേ എന്നൊക്കെ പറയുന്നത്, അതാണ് മെസൊപ്പൊട്ടേമിയ എന്ന് പറയുന്നത്, അതാണ് ബാബിലോൺ സംസ്കാരം എന്ന് പറയുന്നത്, അതാണ് ഇന്നത്തെ ഇറാഖിന്റെ പ്രദേശങ്ങൾ. അവിടെ നിന്നായിരുന്നു അബ്രാഹാം പുറപ്പെട്ടത് വാഗ്ദാന നാട്ടിനെ തേടി. ഊർ ഓഫ് ദ മെസൊപ്പൊട്ടേമിയൻസ് എന്നാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ പറയുന്നത്. അതുപോലെ നമുക്ക് ആരാധനാക്രമ ബന്ധങ്ങൾ ഉണ്ടായിരുന്ന അവിടുത്തെ സഭയുമായിട്ടാണ് സെലൂസിയ ത്രിസിഫോൺ അല്ലെ ബാബയില് കൽദായ എന്നൊക്കെ പറയാറുണ്ട്. നമ്മുടെ ആരാധനക്രമത്തിന് കൽദായ ആരാധനക്രമം എന്നൊക്കെയാണ് പറയുന്നത്. അൽഫോൻസാമയുടെ ജീവിതം നമ്മൾ പല പ്രാവശ്യം കേട്ടിട്ടുണ്ട്. 1910 ഓഗസ്റ്റ് 19 കുടമാളൂര് ആണ് ജനിച്ചത്. 3 മാസം കഴിഞ്ഞ് അമ്മ മരിച്ചു. പേരമ്മ വളർത്തി. ഇതൊക്കെ അറിയാം. ഇതിൽ കുട്ടികളൊന്നും ഓർമ്മിക്കണമെന്നും നിർബന്ധമില്ല. മുട്ടുചിറ മുരിക്കൽ പേരമ്മ വളർത്തി. ശൈശവകാലം വലിയപ്പനും വലിയമ്മയ്ക്കും ഒപ്പം കഴിച്ചു. 1930 കോൺവെന്റിൽ ചേർന്നു. സ്വഭാവത്രം സ്വീകരിച്ചു. സ്കൂളിൽ അധ്യാപികയായി. 1936 നിത്യവ്രതം എടുത്തു. പിന്നീട് അന്ന് ഗുരുതരമായ രോഗങ്ങൾ, ടൈഫോയിഡ്, ന്യൂമോണിയ, ഇന്ന് അതിന് ഫലപ്രദമായ ചികിത്സ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആ ചികിത്സ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് 1946 ജൂലൈ 28 നിര്യാതയായി. അതുകൊണ്ടാണ് ജൂലൈ 28 അൽഫോൻസാമയുടെ തിരുനാൾ നമ്മൾ ആചരിക്കുന്നത്. പണ്ട് കാലത്ത് പല രോഗങ്ങൾക്കും ഉചിതമായ ചികിത്സാ സൗകര്യമോ ഡോക്ടേഴ്സിനെ ലഭിച്ചിരുന്നില്ല. ഞാൻ ചെറുപ്പമായിരുന്നപ്പോൾ ഓർമ്മിക്കുന്നുണ്ട്, എൻ്റെ ചാച്ചൻ ടൈഫോയിഡ് പിടിച്ചു. അപ്പോൾ അന്ന് അടുത്തൊരു 5 കിലോമീറ്ററിലെ തലയിലപ്പുറമിൽ ഒരു ഗവൺമെന്റ് ആശുപത്രിയുണ്ട്. ഇന്ന് ഡോക്ടർമാരെന്ന് പറയുന്ന അപൂർവ വസ്തുവാണ്. എൻ്റെ കുടുംബത്തിൽ തന്നെ ഒരു 9 ഡോക്ടേഴ്സെങ്കിലും ഉണ്ട്. അന്ന് ഡോക്ടേഴ്സിനെ കാണാൻ യജമാനെന്നാ പറയുന്നത്. ഒരു കാറൊക്കെ കൂട്ടി കൊണ്ടുവന്ന് പിന്നെ ചെറിയ പാരിതോഷികം കൊടുത്ത് പിന്നെ ആശുപത്രിയിൽ ചാച്ചനെ പ്രവേശിപ്പിച്ചു. അവിടെ കുറേ ദിവസങ്ങൾ വലിയ സൗകര്യമൊന്നും കാണുകയില്ല. അവിടെ ചിലവഴിച്ചു. അതുകൊണ്ടാണ് രക്ഷപ്പെട്ടത്, അല്ലെങ്കിൽ മരിച്ചു പോയി. ഇന്ന് ഡോക്ടേഴ്സ് കുറവ്, ആശുപത്രി സൗകര്യങ്ങൾ കുറവ്, അങ്ങനെയുള്ള ഒരു കാലഘട്ടമാണ് 50കളുടെയൊക്കെ കാലഘട്ടം. ഏതായാലും അന്ന് രക്ഷ പ്രാപിച്ചു, സൗഖ്യം കിട്ടി, സുഖം പ്രാപിച്ചു വീട്ടിലേക്ക് വന്നൊക്കെ ഞാൻ ഓർമ്മിക്കുന്നുണ്ട്. പക്ഷേ അന്നത്തെ കാലഘട്ടത്തിൽ ചികിത്സകൾ ഫലപ്രദമായിട്ട് കിട്ടാതിരിക്കുകയോ താമസിച്ചൊക്കെ പോയി കഴിഞ്ഞാൽ മരണം ഉറപ്പാണെന്നുള്ളതാണ്. 1953 ദീപദാസിയായി. 1986 ഫെബ്രുവരി 8 ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ കോട്ടയത്ത് വെച്ച് വാഴ്ത്തപ്പെട്ട പദവിയിലേക്ക് അൽഫോൻസാമയെ ഏലിയാസച്ചനെ ഉയർത്തി. 2008 ഒക്ടോബർ 12 വിശുദ്ധ റോമിൽ വെച്ച് ബെന്നിറ്റ് പതിനാറാമൻ മാർപ്പാപ്പൻ വിശുദ്ധിയായിട്ട് പ്രഖ്യാപിച്ചു. അതാണ് അൽഫോൻസാമയുടെ വിശുദ്ധിയിലേക്കുള്ള, മഹത്വത്തിലേക്കുള്ള പടവുകൾ ഇങ്ങനെ കയറി എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നു. അപ്പോൾ ഈശോയുടെ സഹനത്തെക്കുറിച്ച് ധ്യാനിച്ച് ഈശോയെ അനുകരിക്കുക, സ്വന്തം ജീവിതത്തിൽ ഈശോയെ അനുകരിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. എന്നെ അനുഗമിക്കുന്നത് സ്വന്തം കുരിശ് എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കുക എന്നാണ് യേശു പറയുന്നത്. കുരിശില്ലാതെ ഒരു മനുഷ്യരുമില്ല. ഈ മനുഷ്യൻ ശരീരവും ആത്മാവും ഒരു ബുദ്ധിയും മനസ്സും ഒക്കെ ഉള്ളതാണ് മനുഷ്യൻ എന്ന് പറയുന്നത്.
മനുഷ്യന്റെ ജീവിതത്തില് പല വിധത്തിലുള്ള പ്രതിസന്ധികൾ ഉണ്ടാകാം, ദാരിദ്ര്യ ദുഃഖം ഉണ്ടാകാം, പരീക്ഷയിൽ തോക്കാം. പരീക്ഷയിൽ തോറ്റെന്ന് പറഞ്ഞ് കുട്ടി ആത്മഹത്യ ചെയ്യാൻ പോകേണ്ട കാര്യമില്ല. ഞാൻ അടുത്ത ദിവസം വായിച്ചു നോക്കുന്ന ലോകത്തിലെ പ്രസിദ്ധരായ ശാസ്ത്രജ്ഞന്മാർ ഐൻസ്റ്റൈൻ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് ക്ലാസ്സിലിരിക്കുന്ന ആളാ. അപ്പം സാറ് പറഞ്ഞ് ഇവിടെ ഒരു മന്ദബുദ്ധി പോലെ ഇരിക്കുന്നതെന്നൊക്കെ പറഞ്ഞു ഐൻസ്റ്റൈൻ. പക്ഷേ ലോകത്തിലെ ഏറ്റവും പ്രസിദ്ധനായ ശാസ്ത്രജ്ഞനാണ് ഐൻസ്റ്റൈൻ. അതാണ് ആറ്റം ബോംബിന്റെ തിയറിയൊക്കെ കണ്ടുപിടിച്ചത് ഐൻസ്റ്റൈൻ ആണ്. നോബൽ സമ്മാനം കിട്ടിയ ഐൻസ്റ്റൈൻ. ഒരു തോമസ് ആൽവാ എഡിസൺ സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല, അതാണ് 5ാം ക്ലാസ് കൊണ്ടേ പഠിച്ചുള്ളൂ. പക്ഷേ ഈ എഡിസന്റെ ചിന്ത പ്രായോഗികമായിട്ട് എന്ത് ചെയ്യാൻ പറ്റുമെന്നായിരുന്നു. ഇപ്പോൾ സ്കൂളിൽ പഠിത്തത്തിന് അല്പം മാർക്ക് പറഞ്ഞാലും വേറെ ചില കഴിവുകൾ കുട്ടികൾക്കുണ്ടായിരിക്കും. അവരുടെ കഴിവുകൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് അവരെ വളർത്താനായിട്ട് കഴിയും. സംസാരശേഷിയില്ലാത്ത ഒരു ചെറുപ്പക്കാരനെ ഓർക്കുക, ഇതിന് ഇടവകയിൽ ഉണ്ടായിരുന്നതാണ്. കുറച്ച് അകലെ അവർ വീടൊക്കെ വെച്ചു. അപ്പോൾ ഈ ചെറുപ്പക്കാരൻ അവന് നന്നായിട്ട് കല്ല് കൊത്താൻ അറിയട്ടോ. ഓരോ അതുപോലെ അരകല്ല് ഇങ്ങനെയുള്ളതിലൊക്കെ കൊത്തിയെടുക്കും സുന്ദരമായിട്ട്. ഒരു സംസാരശേഷിയിൽ ഇങ്ങനെ നല്ല പണിയെടുത്തിട്ട് നല്ല പൈസ ഉണ്ടാക്കും. കല്യാണം കഴിച്ചു മക്കളൊക്കെ ഉണ്ടായിരുന്നു. അവൻ്റെ വീട് വെച്ചിട്ട് ഓർമ്മിക്കുക. അപ്പോൾ ഓരോ തരത്തില് മനുഷ്യനും ബുദ്ധിമുട്ടാനായിട്ടും മനസ്സുണ്ടെങ്കിൽ അവന്റെ കഴിവ് പ്രയോജനപ്പെടുത്തിക്കൊണ്ട് വളരാനും ഉയരാനും കാലഘട്ടത്തിൽ കഴിയും. അതുകൊണ്ട് ഒരു കാര്യത്തിൽ കഴിവില്ലാത്തൊരു വേറെ നിരവധി കാര്യങ്ങളിൽ കഴിവുണ്ടായിരിക്കും. അതുകൊണ്ട് ആരെയും അവിശ്വത ബുദ്ധിയെന്നോ മന്ദബുദ്ധിയെന്നോ ഒരിക്കലും കളിയാക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഈ പ്രതിസന്ധികളുടെ മുമ്പില് തകരുന്ന മനുഷ്യരുണ്ട്. അതുകൊണ്ടാണ് ആത്മഹത്യയൊക്കെ വരുന്നതിന്റെ കാരണം അതാണ്. സാമ്പത്തിക ഞെരുക്കത്തിന്റെ പേരില്, കുടുംബ കലഹത്തിന്റെ പേരില്. ഇതെങ്ങനെയാണ് പോസിറ്റീവായിട്ട് ചിന്തിക്കാനായിട്ട് കഴിയുക? നമ്മുടെയും മറ്റുള്ളവരുടെയും ജീവിതം സമാധാനപരമായിട്ട് കൊണ്ടുപോകാനായിട്ട് ഒത്തിരി കാര്യങ്ങൾ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും ചെയ്യാൻ പറ്റും. നല്ല കാര്യങ്ങൾ പറയുക, മറ്റുള്ളവരെ ആദരിക്കുക, പ്രോത്സാഹിപ്പിക്കുക, അഭിനന്ദിക്കുക, വഴക്കും കലഹവും ഉണ്ടാക്കിയിട്ട് കുടുംബം തകർക്കാതിരിക്കുക, ചെറുതാക്കാതിരിക്കുക ജീവിത പങ്കാളിയെ. മക്കളെ അവരുടെ വളർച്ചയനുസരിച്ച് പ്രാർത്ഥനയിലും നന്മയിലും വിദ്യാഭ്യാസത്തിലും മെഴിച്ചു നിൽക്കാൻ വേണ്ട പ്രോത്സാഹനം കൊടുക്കുക. അവര് ചെയ്യേണ്ട കാര്യങ്ങൾ വളർച്ചയനുസരിച്ച് ചെയ്യിച്ച് ശീലിക്കുക. ഉത്തരവാദിത്തമുള്ളവരായിട്ട് അവരെ വളർത്തുക. അവര് തെറ്റായ വഴിയിലൂടെ പോകാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും കരുതലും ശ്രദ്ധയും ഉണ്ടായിരിക്കുകയും ചെയ്യുക. ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടുണ്ട്. നമുക്കൊരു ജീവിതമേ ഉള്ളൂ. പലപ്പോഴും കുടുംബങ്ങളെ പറ്റി ചിന്തിക്കുമ്പോൾ ഒത്തിരി ഇടപെടുന്നുണ്ട്. ഒത്തിരി കുടുംബങ്ങളെ അറിയാം. അപ്പോൾ ഏതെങ്കിലും ഒരു പ്രശ്നമില്ലാത്ത ഒരു കുടുംബത്തെയും കാണാനായിട്ട് പറ്റുകയില്ല. എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ട്. നന്മ നിറഞ്ഞ കുടുംബങ്ങൾ പ്രാർത്ഥനയിൽ ശക്തിപ്പെട്ടുകൊണ്ട് പരസ്പരം ആദരിച്ചും ബഹുമാനിച്ചും ജീവിതത്തിലെ പ്രതിസന്ധികളെ നേരിടുന്നവരാണ്. അതിലേക്കുള്ള വിളിയാണ് നമുക്കുള്ളത്. അപ്പൊ അതുകൊണ്ട് ജീവിതത്തെ പറ്റി നിരാശപ്പെടാതെ, ഒരു പരീക്ഷ തോന്ന കുട്ടിയാണെങ്കിൽ എനിക്ക് വീണ്ടും എഴുതാനായിട്ട് പറ്റും. അങ്ങനെ 2 പ്രാവശ്യം 10ാം ക്ലാസ്സിൽ തോന്നൊരു കുട്ടി IAS എഴുതി പാസ്സായത് കഴിഞ്ഞ ദിവസം വായിക്കുകയുണ്ടായി. അപ്പോൾ നിരന്തരമായിട്ട് പരിശ്രമിച്ചാൽ ജീവിതത്തിൽ വിജയം പ്രാപിക്കാനായിട്ട് മനുഷ്യന് കഴിയുമെന്നുള്ളതാണ്. കുട്ടികളാണ് അൽഫോൻസാമ്മയുടെ വിശുദ്ധിയെ പറ്റി ആദ്യം മനസ്സിലാക്കിയത്. കപടത്തില് പ്രാർത്ഥിക്കുകയും പൂവയ്ക്കൊക്കെ ചെയ്തത് കുട്ടികളാണ്. ഇപ്പോൾ അൽഫോൻസാമ്മയുടെ തിരുനാള് നടക്കുകയാണ് ഭരണങ്ങാനത്ത്. അപ്പോൾ അവിടുത്തെ റെക്രക്ഷൻ എൻ്റെ കുടുംബത്തിലെ അച്ഛനാണ്. ഞാനാണ് സെമിനാരിയിൽ അപേക്ഷയൊക്കെ ഞാൻ എഴുതി കൊടുത്ത അച്ഛനാണ്. അപ്പം അച്ഛന് കോളേജ് പ്രിൻസിപ്പളായിരുന്നു. ഇപ്പോൾ അവിടെ എൻ്റെ പ്രധാനപ്പെട്ട ചാർജുള്ള അച്ഛനാണ്. അൽഫോൻസാമ്മയുടെ ദൈവസ്നേഹം, വിശുദ്ധി, ത്യാഗം, സഹനം, നോമ്പ്, പ്രാർത്ഥന, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രധാനപ്പെട്ടതാണ്. അൽഫോൻസാമ്മയുടെ ജീവിതത്തിലെ ത്യാഗം. ദൈവസ്നേഹത്തിൽ നിറഞ്ഞു നിൽക്കുന്നവർക്ക് ജീവിതം ഭാരമുള്ളതല്ല. വിശുദ്ധിയിലേക്ക് വിളിക്കപ്പെട്ടവരാണ് എല്ലാ ക്രൈസ്തവരും. ത്യാഗം, സഹനം, മിഷലീന്റെ മുദ്രാവാക്യം പോലെ തന്നെ ത്യാഗവും സഹനവും ഒക്കെ ജീവിതത്തിൽ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ജീവിതത്തിന്റെ ഭാഗമാണ്. പ്രാർത്ഥന, നമ്മളെല്ലാ ദിവസവും പ്രാർത്ഥിക്കണം. ഇവിടെ വിശുദ്ധ കുർബാന വരുമ്പോൾ ഇവിടെ മൊബൈലൊക്കെ നോക്കിയിട്ട് വള്ളിയുടെ ഫ്രണ്ടിൽ കസേരയൊക്കെ ഇട്ടിട്ട് അങ്ങനെ അലക്ഷ്യരായിട്ട് ഇരിക്കാതെ ദിവ്യബലിയിൽ സംബന്ധിക്കുമ്പോൾ പൂർണ്ണ ശ്രദ്ധയോടുകൂടി ദിവസത്തിലേക്ക് ചിന്തകൾ ഉയർത്തിക്കൊണ്ടാണ് പങ്കെടുക്കേണ്ടത്. മൊബൈലൊക്കെ ഓഫ് ആക്കിയിട്ട് അവിടെ വെക്കുക.
വർത്തമാനം പറയുക, അലക്ഷ്യമായിട്ടിരിക്കുക എന്നുള്ളത് നല്ലൊരു പരിപാടിയല്ല, പുറത്തായിരിക്കുന്നെങ്കിലും. വിശുദ്ധ പൗലോസ്ലീഹ പറയുന്നുണ്ട്, ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്നും ആരെന്നെ വേർപെടുത്തും? ക്ലേശമോ, ദുരിതമോ, പീഡനമോ, പട്ടിണിയോ, ആപത്തോ, വാളോ ഒന്നിനും കഴിയില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട് എന്ന് സെന്റ് പോൾ നമ്മളോട് പറയുന്നുണ്ട്. അൽഫോൻസാമ്മയെ രോഗമൊക്കെ പിടിപെട്ട് കഴിഞ്ഞപ്പോൾ മഠത്തിൽ നിന്ന് ഒഴിവാക്കാനായിട്ട് ഇവിടുത്തെ അധികാരികൾ ശ്രമിച്ചു. തുടർന്ന് മെത്രാന്റെ അനുവാദം വേണം പറഞ്ഞു വിടണമെങ്കിൽ. കാളാശ്ശേരി പിതാവാണ്. കാളാശ്ശേരി പിതാവ് പറഞ്ഞു, അരുതേ, അവിടെ നിന്നാൽ മതി എന്ന് പറഞ്ഞാൽ അൽഫോൻസാമ്മ, നിങ്ങൾ നോക്കണം, അതുകൊണ്ടാണ് വിശുദ്ധയെ കിട്ടിയത്, അല്ലെങ്കിൽ എന്ന് പറഞ്ഞു വിട്ടത്. അപ്പം മെറിറ്റ് കാളാശ്ശേരി പിതാവിനാണ്. ഏതായാലും കാരണം അൽഫോൻസാമ്മയുടെ വിശുദ്ധിയെ പറ്റിയുള്ള അവരെ ചിന്തിച്ചു കാണുകയില്ല. രോഗമുള്ള ഒരാൾ സഭയ്ക്ക് ഭാരമാണെന്നേ ചിന്തിച്ചുള്ളൂ. രോഗവും വേദനയും മരണവും നിത്യജീവനിലേക്കും മഹത്വത്തിലേക്കും ഉള്ളതാണ്. അതിനുള്ള വഴി ത്യാഗത്തിന്റെ വഴിയാണ്, ചെറിയ വഴിയാണ്, സഹനത്തിന്റെയും സമർപ്പണത്തിന്റെയും വഴിയാണ്. 1946 ജൂലൈ 28 തീവ്രവേദനയിൽ ഈശോയേസെന്ന് ഉരുവിട്ടുകൊണ്ട് അൽഫോൻസാമ്മയുടെ സഹന ജീവിത ബലി പൂർത്തീകരിക്കപ്പെട്ടു എന്നുള്ളതാണ്. സഹനം ശാപമല്ല, രക്ഷാകരമാണ്. അതാണ് യേശു നമുക്ക് കാണിച്ചു തരുന്നത്. യേശു കാൽവരിയിലെ സഹനം വഴിയായിട്ട്, കുരിശു വഴിയാണ് നമുക്ക് രക്ഷപ്പെട്ടെടുത്തത്. ആ സഹനത്തിൽ, യേശുവിന്റെ കുരിശിൽ ജീവിതത്തിന്റെ ഏതെങ്കിലും കാലഘട്ടങ്ങളിൽ നമ്മൾ പങ്കുപറ്റുകയാണ്. സഹനം കടന്നു വരുമ്പോൾ, രോഗം വരുമ്പോൾ, മരണം കടന്നു വരുമ്പോൾ. അതുകൊണ്ട് നമ്മൾ അൽഫോൻസാമ്മയുടെ ജീവിതത്തെ പറ്റി ധ്യാന വിഷയമാക്കുമ്പോൾ ജീവിതത്തിന്റെ വെല്ലുവിളികൾ, സഹനം, രോഗം, തകർച്ച, പരാജയം, ദാരിദ്ര്യം, ഇല്ലായ്മ, ഇങ്ങനെയുള്ള പ്രതികൂല സാഹചര്യങ്ങൾ തകരാതെ ജീവിതത്തെ പ്രത്യാശ വെച്ചുകൊണ്ട്, എന്നെക്കാളും ഇല്ലായ്മയുള്ള ആളുകളുണ്ട്, കിടപ്പാടില്ലാത്തവരുണ്ട്, ജീവൻ അപകടത്തിലായിട്ടുള്ള നൈജീരിയയിലെ പോലെയുള്ള ആളുകളുണ്ട്. ഏത് സമയത്താണ് മതവിദ്വേഷികളെ കൊല്ലപ്പെടുന്നതെന്ന് അറിയാതെ അങ്ങനെ കഴിയുന്ന ആളുകൾ, കത്തോലിക്ക വിശ്വാസികൾ ലോകത്തിലുണ്ട് എന്ന് മനസ്സിലാക്കുക. പൗലോസ്ലീഹ പറഞ്ഞൊരു വാക്യം കൂടി പറഞ്ഞോട് നിർത്തുകയാണ്. എനിക്ക് ജീവിക്കുക ക്രിസ്തുവും മരിക്കുക ലാഭവുമാണ്. ഞാൻ മരിച്ചാലും ജീവിച്ചാലും ക്രിസ്തുവിനുള്ളവനത്രേ. എനിക്ക് ജീവിക്കുക ക്രിസ്തുവും മരിക്കുക ലാഭവുമാണ്. ഞാൻ മരിച്ചാലും ജീവിച്ചാലും ക്രിസ്തുവിനുള്ളവനത്രേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും.